ഇപ്പൊ വണ്ടി വിട്ട ഇഞ്ഞക്കി നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സൂര്യകാന്തി പാടം കാണാൻ പറ്റും. ജൂലൈ പകുതിയോടുകൂടി ഏകദേശം ഈ കാഴ്ചകൾ അവസാനിക്കുകയും ചെയ്യും. ഒരുപാട് പാടങ്ങളിൽ ഇഷ്ടംമാതിരി സ്വർണ്ണ നിറത്തിന് മൂപ്പരിങ്ങനെ പൂത്തുളഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണണമെങ്കിലേ ഇപ്പൊ തന്നെ വണ്ടി വിടേണ്ടി വരും. നമ്മളെ സ്വന്തം മാനന്തവാടിയിൽ നിന്ന് നേരെ ബാവലി വഴി കർണാടകത്തിലേക്ക്. നാഗർഹോള ഫോറസ്റ്റ് കഴിഞ്ഞ പാടെ കർണാടക ചെക്ക് പോസ്റ്റ്, അതിന്റെ അടുത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മൺപാതയിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും. കടൽ പോലെ പരന്നു കിടക്കുന്ന തടാകത്തിന്റെ അക്കരക്കരയിൽ ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് കുറെ കർഷകർ ഇക്കര ഗ്രാമത്തിലേക്ക് ഒരു ബോട്ടിൽ കയറി വരികയാണ് മക്കളെ. ബോട്ട് പൂർണ്ണമായും കരക്കെടുക്കൂല. അതുകൊണ്ടായിരിക്കണം ആളുകൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വലിയൊരു പാലക്കഷ്ണമായി വീടിന് അങ്ങോട്ടേക്ക് വേറെ രണ്ടാൾക്കാർ പോകുന്നുണ്ട്. അങ്ങനെ പലക്കഷ്ണം വെച്ചതോടുകൂടി തീറ്റ തേടി പോകുന്ന ഉറുമ്പുകളുടെ മാതിരി ഓരോരുത്തരായിട്ട് ഇറങ്ങി വരാൻ തുടങ്ങി. വെള്ളത്താ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏതൊരു ഗ്രാമത്തിൽ നിന്നാണ് ഇവരുടെ വരവെന്ന് കണ്ടാൽ അറിയാം. പട്ടണത്തിലേക്ക് പോകണമെങ്കിൽ ഇക്കരയ്ക്ക് കടന്നല്ലേ പറ്റൂ. കയ്യിലുള്ളത് വിൽക്കാനും വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് പുരയിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിരിക്കണം ഇവരുടെ ഈ പോക്ക്. ഇതൊരു വല്ലാത്ത ജാതി മൊഞ്ചുള്ള ഗ്രാമം തന്നെയാണ് മക്കളെ. തടാകക്കരയിലെ വിശാലമായ പാടത്ത് മല്ലിക കൃഷിയാണ്. പൂത്തുലഞ്ഞു വരുന്നേയുള്ളൂ. ഓഗസ്റ്റ് മാസമാണ് വിളവെടുപ്പ്. അപ്പ വന്ന ഈ ഗ്രാമത്തിന് വല്ലാത്ത മൊഞ്ചുള്ളൊരു ചോപ്പാണ്. ഈ മനോഹരമായ ഗ്രാമത്തിന്റെ പേരാണ് മക്കളെ ഉദ്ബൂർ. നമ്മൾ പിന്നെ യാത്ര തുടരുകയാണ്. ഇതൊരു നാലും കൂടി കവലയും ഒരുപാട് ഗ്രാമങ്ങൾക്ക് നടുവിലുള്ള ചെറിയൊരു പട്ടണം കൂടിയാണ്. ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചടിക്കോട്ടയിലേക്കും മുൻസൂരിലേക്കും, നേരെ പോയി കഴിഞ്ഞാൽ മൈസൂര്, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ സർഗൂരിലേക്കും ഗുണ്ടിൽപേട്ടയിലേക്കും എത്താം. എന്റെ പൊന്നാര ചങ്ങായിമാരെ, 80കളിലും 90കളിലും നമ്മൾ മലയാളികൾ എങ്ങനെയാ ജീവിച്ചേ അതേമാതിരിയാണ് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് കേരളത്തിലെ ഓരോ ടൗണിലും ഇതുപോലെ ജീപ്പുകൾ ഇങ്ങനെ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച കാണാൻ എന്ത് രസമായിരുന്നു. ഇന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും ആ കാഴ്ചകൾ കാണാൻ പറ്റാത്ത അവസ്ഥയുമാണ്. എന്നാൽ ആ കാഴ്ചകളൊക്കെ ഒന്നുകൂടി കണ്ടു കളയാം, ആ പഴയകാലം ഒന്നുകൂടി അയവിറക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവര് ഇനി കർണാടകത്തിലെ ഹാൻഡ് പോസ്റ്റിലേക്ക് പോകുന്ന വഴി. 90കളിലെ നമ്മുടെ നാട്ടിലെ പ്രൗഢിയുള്ള ഒരു കാഴ്ചയാണ് ടൗണിൽ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന അംബാസഡർ കാർ. എന്നാൽ എന്റെ പൊന്നാര കുഞ്ഞുമക്കളെ, അതൊക്കെ ഇപ്പൊ കാണണമെങ്കിലേ നിങ്ങളുടെ വീട്ടിൽ തന്നെ വരേണ്ടി വരും. അംബാസഡർ കാറിന്റെ ബോണറ്റിൽ കയ്യും കൊത്തിയുള്ള നമ്മളെ ഡ്രൈവറെ നിപ്പ് കണ്ട, എന്തൊരു സേവി. അതിൽ തന്നെയുണ്ട് അതിന്റെ ഒരു ഫൗർ. ചാക്കിൽ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്ന അമ്മായിമാരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ആനന്ദമാണ്. പലതരം ചപ്പുകൾ കൊട്ടയിലാക്കി തലച്ചുമളായി വന്ന് ഓരോ വീടിന്റെയും മുന്നിൽ നിന്ന് സപ്പ് സപ്പേ എന്ന് വിളിച്ചു കൂവുന്ന അമ്മ എന്റെ മനസ്സിലെ ചെറിയ വേദനയാണ് ഉണ്ടാക്കിയത്. ഗുണ്ടിൽപേട്ടയാണ് ഞങ്ങളുടെ ലക്ഷ്യം. സർഗൂരും പിന്നിട്ട് എടയാള എന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഗുണ്ടിൽപേട്ടയിലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടം തന്നെയാണ് നമ്മളെ ലക്ഷ്യം. എന്നാലും എടയാളയിലെ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടു കളയാം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരു 9 മണി സമയമാണ്. ചെറിയ കടകളും ഒരു പള്ളിയും കാർഷിക ഏരിയ ആണ്. വിശാലമായ കൃഷിഭൂമി കണ്ട ഇത് കണ്ട പച്ചമുളക് കയറ്റിക്കൊണ്ടുവന്ന വണ്ടി, ട്രാക്ടർ, അങ്ങനെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ. ഇതൊന്ന് തോട്ടത്തിന് പറിച്ചു കൊണ്ടുവന്ന പച്ചക്കറികളാണ്. ഇതിവിടുത്തെ ഓട്ടോറിക്ഷ. ഇത് ഒരുപാട് ഒരു 10-15 ആൾക്കാർ കയറി കേട്ടാ. കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന കുറേ ആൾക്കാരെ. ഇങ്ങനെയാണെങ്കിലും ഇവിടെ നല്ലൊരു വൃത്തിയുള്ളൊരു ഹോട്ടൽ എന്തായാലും കാണാൻ സാധിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ന്യൂ ജനറേഷൻ ഹോട്ടൽ. ഗുണ്ടിൽപേട്ട മുതൽ ചാമരാജനഗര വരെയുള്ള സ്ഥലങ്ങളിൽ പരന്നു കിടക്കുന്ന ഭൂപ്രദേശങ്ങളിൽ പലയിടങ്ങളിലുമായി സൂര്യകാന്തി പാടങ്ങളുണ്ട്. അതും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. യാത്രക്കിടയിൽ മനോഹരമായ കാഴ്ചകൾ പലതുമുണ്ട്. അങ്ങനെ അവസാനം ഗുണ്ടിൽപേട്ട എത്തുന്നതിന് തൊട്ടു മുമ്പായി തന്നെ മനോഹരമായ ഒരു സൂര്യകാന്തി പാടത്തേക്ക് ഞങ്ങൾ എത്തുകയായി. കണ്ണടച്ച് തേങ്കക്കുന്ന തേനീച്ചിരുന്നു നമ്മളെ ക്യാമറ മെല്ലെ മുകളിലേക്ക് ഉയർത്തി. പിന്നെ കണ്ട കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഗുണ്ടിൽപേട്ട സുൽത്താൻ ബത്തേരി റോഡ്, ഗുണ്ടിൽപേട്ട ചാമരാജനഗർ റോഡ്, ഇങ്ങനെ പലയിടങ്ങളിലുമായി ഇത്തരം ധാരാളം തോട്ടങ്ങൾ ഇനിയുമുണ്ട്. യാത്ര എപ്പോഴും മനോഹരമാണ്. യാത്ര ചെയ്ത പൈസയും ഫുഡ് കഴിച്ച പൈസയും ഒരു മനുഷ്യനും ഒരിക്കലും നഷ്ടമല്ല. ഞാൻ മിസ്റ്റർ പുഴക്കര വീണ്ടും വരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറ്റു കാണിക്കാതിരിക്കുക. ബൈ ബൈ.